നമ്മൾ ഇവിടുന്ന് ബാക്കു സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. സുംഖയത്ത് ടൂറിസ്റ്റ് സ്പോട്ടിന്റെ പേര് വരുന്നത്. അവിടെ ബീച്ച് ഏരിയയും അതുപോലെ തന്നെ കുറെ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. അതെ അതെ. അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു ബസ്സിലാണ്. ബസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ചീപ്പറാണ്. അതുകൊണ്ട് തന്നെ ലോക്കലി ഉള്ള ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബസ്സിൽ തന്നെ 30 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവുന്ന ചിലവെന്ന് വെച്ചാൽ നാട്ടിലെ ഒരു 40 രൂപ ആ ഒരു റേഞ്ചേ ആവുന്നുള്ളൂ. കാര്യം AC ബസ്സാണ്. നമ്മുടെ ബാംഗ്ലൂരോ അതല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ബസ്സില്ലേ, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉള്ള ഒരു ബസ്സാണ്. അപ്പോൾ അതിൽ ഇത്രയും കിലോമീറ്റേഴ്സ് പോകാനായിട്ട് ഒരു 40 റുപ്പീസ് അടുപ്പിച്ചിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഭം തന്നെയാണ്. ഇതിവിടുത്തെ ഗവൺമെന്റ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതുപോലെ ലോക്കൽസിനും വേണ്ടിയിട്ട് ലോങ് റൈഡിന് വേണ്ടിയിട്ടുള്ള ബസ്സാണ്. അത്യാവശ്യം കൊള്ളാല്ലേ, അത് വളരെ ചീപ്പർ എമൗണ്ടില് ഇത്രയും പുഷ് ബാക്ക് സീറ്റ്, അതുപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബസ്, AC ബസ്സാണ്. പിന്നെ TV കാര്യങ്ങളെല്ലാം സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്. ലോങ് റൈഡിനൊക്കെ അതെ, സീറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആളുകളെ കേട്ടിട്ടില്ല. അടുത്ത ബസ്സിന് തന്നെ അടുത്ത ആൾക്കാർ പോകണം. സംഭവം കൊള്ളാം, ഇവിടുത്തെ ആ ഒരു ഫെസിലിറ്റി കൊള്ളാം. നമ്മൾ നേരെ ബസ് വന്ന് ഇറങ്ങി നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ പാർക്കും അതുപോലെ സീസൈഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. നമ്മൾ ബസ്സിൽ വന്നിറങ്ങി ഒരു ടാക്സി വിളിച്ചിട്ട് ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കിലേക്ക് എത്തിയിരിക്കണം. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ സിറ്റിയിലുള്ളവർ ആ ഒരു റഷിൽ നിന്നും ഭയങ്കര ട്രാഫിക്കിൽ നിന്നൊക്കെ ഒരു വീക്കെൻഡ് ആകുമ്പോൾ വന്ന് എൻജോയ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇതൊരു വേറെ ഡിസ്ട്രിക്റ്റ് ആണ്. നമ്മൾ ബസ്സിൽ വന്നപ്പോൾ കാണിച്ചിരുന്നല്ലോ. ഇവിടെ കൂടാതെ നമ്മുടെ സ്റ്റുഡൻസും വീക്കെൻഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ വീക്കെൻഡ്സിൽ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇവിടെ ബീച്ച് സൈഡും ആണ്, അതിനോടൊപ്പം തന്നെ കുറെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. സോ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്കിനി പാർക്കിൽ നിന്ന് നേരെ ബീച്ച് സൈഡിലേക്ക് പോവാം. അവിടെ കുറച്ചുകൂടെ കാഴ്ചകളും. നമ്മൾ നടന്ന് ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ബീച്ചിൽ വെള്ളം വലിഞ്ഞു. അത് കാരണം സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ടൊന്നുമില്ല. കുറച്ചുകൂടെ നടന്ന് അങ്ങ് നിന്നാൽ മാത്രമേ ആ ഒരു ഏരിയ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എല്ലാം ഫുള്ള് ചെളിയായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒരു മറൈൻ ഡ്രൈവ് വൈബില്ലേ, അത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ സുംഖയത്ത് ഓൾമോസ്റ്റ് വിസിറ്റ് ചെയ്തു. ഒരു വീക്കെൻഡ് ടൈമിൽ വന്നിട്ട് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, അതായത് സിറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ഫ്രീ ആയിട്ട് ഒരു പിക്നിക് തീമിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ എന്ന് പറയാനുള്ളൂ. പിന്നെ ഒരു ബീച്ച് സൈഡ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഫ്രണ്ട്സ് ഒരു ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് സെറ്റ് സ്ഥലമായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ഫാമിലീസ്, വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സും അവരൊക്കെ ഈ റൈഡുകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരു നല്ല പ്ലേസായിട്ട് തോന്നി.